എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 1ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റായ പൂവ് ചിരിച്ചു എന്ന പാഠഭാഗമാണ് പരിചയപ്പെടുന്നത്. ഇതിൽ നമ്മൾ ഊന്നൽ നൽകുന്ന അക്ഷരങ്ങൾ ആ, ആ, ര, ഞ, ച, ഴ, മ, എൻ എന്നീ അക്ഷരങ്ങളും ഉ, ഊ, ഈ, എ എന്നീ ചിഹ്നങ്ങളുമാണ് കുട്ടികൾ സ്വായത്തമാക്കേണ്ടത്. അതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഒരു അക്ഷര കാർഡ് പരിചയപ്പെടാം. പല പല, പറവ, കലപില, പാടി, പട പട, പറവ, കലപില, പാടി. ഇതിൽ ആർക്കെങ്കിലും പ്രയാസമുള്ള ഭാഗം ഉണ്ടോ എന്ന് നോക്കണേ. ഇതിൽ 2ാമത്തെ വരിയിൽ അല്ലേ, 2ാമത്തെ വരിയിൽ പാടി എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ പരിചയപ്പെട്ട ചിഹ്നങ്ങളാണ്. അത് ഒന്നുകൂടി വായിച്ചു നോക്കാം അല്ലേ. പായുടെ കൂടെ ആ എന്നുള്ള ചിഹ്നം ചേർത്തിട്ടുണ്ട്, ഡായുടെ കൂടെ ഈ എന്നുള്ള ചിഹ്നം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ വായിച്ചു നോക്കാം. പല പല, പറവ, കലപില, പാടി, പട പട, പറവ, കലപില, പാടി. യെസ്, അടുത്തതായിട്ട് നമുക്ക് ഒരു കഥ പരിചയപ്പെട്ടാലോ? നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരുപാട് കഥകൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ? എല്ലാവരും നമ്മളുടെ മഞ്ഞക്കിളിയെ മറന്നുപോയോ? ഓ ഇല്ല അല്ലേ. എല്ലാവർക്കും മഞ്ഞക്കിളിയെ നന്നായിട്ടറിയാം. നമ്മൾ മഞ്ഞക്കിളിയെ വെട്ടി, മഞ്ഞക്കിളിയെ മുട്ട വെച്ച് ഉണ്ടാക്കി നോക്കി അല്ലേ. മഞ്ഞക്കിളിയുടെ ഡാൻസ് ചെയ്തു, മഞ്ഞക്കിളിയുടെ ശബ്ദം അനുകരിച്ചു, മഞ്ഞക്കിളിയുടെ മുഖം മൂടി ധരിച്ചു അല്ലേ. അങ്ങനെ മഞ്ഞക്കിളിയെ എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ എവിടെയാണ് ഉള്ളത്? ദേശാടനത്തിന് പോയിട്ട് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? യെസ്, നമ്മളുടെ പഴങ്ങൾ നിറയെയുള്ള ആ മരത്തിന് ചുറ്റും പാറി കളിക്കുകയാണ് അല്ലേ. അതിൽ ഒരു മഞ്ഞക്കിളി അതാ ഒരു ചുവന്ന് തൊടുത്ത പഴവും കൊത്തി മുകളിലൂടെ പറന്നു പോകുന്നു. അയ്യോ, മഞ്ഞക്കിളിയുടെ ചുണ്ടിൽ നിന്നും ആ തുടുത്ത പഴം താഴേക്ക് വീണു. താഴേക്ക് വീണപ്പോൾ എന്താ സംഭവിച്ചത്? യെസ്, മരച്ചില്ലയിൽ തട്ടി ആ വിത്ത് പൊട്ടിത്തെറിച്ചു. ആ പഴം പൊട്ടിത്തെറിച്ച് അതിനുള്ളിലിരുന്ന വിത്തുകളെല്ലാം 4 പാടും ചിതറിത്തെറിച്ചു. പിന്നീട് അവയ്ക്ക് എന്താ സംഭവിച്ചത്? അവ ഉരുണ്ടുരുണ്ട് മണ്ണിലൂടെ, ചെളിയിലൂടെ, പുല്ലിലൂടെയൊക്കെ ഉരുണ്ടുരുണ്ട് നടന്നു. അവസാനം തളർന്ന് ക്ഷീണം പിടിച്ചപ്പോൾ കുഞ്ഞു വിത്ത് ഒരു സ്ഥലത്ത് മണ്ണിൽ കിടന്ന് അങ്ങ് മയങ്ങിപ്പോയി. ആ സമയം ഒരില പറന്നു വന്ന് കുഞ്ഞു വിത്തിന് പുതപ്പായിട്ട് നിന്നു കൊടുത്തു. ആ പുതപ്പിനുള്ളിൽ കുഞ്ഞു വിത്ത് നല്ല ഉറക്കത്തിലായി. കുഞ്ഞു വിത്ത് ഉറക്കത്തിൽ കൂർക്കം വലിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് കൂർക്കം വലിച്ചത്? കുറർ കുറർ എന്ന് കൂർക്കം വലിച്ചുറങ്ങിപ്പോയി. ഉറക്കത്തിൽ നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാം അല്ലേ? എന്തായിരിക്കും ഇവിടെ കുഞ്ഞു വിത്ത് കണ്ട സ്വപ്നം എന്നറിയോ നിങ്ങൾക്ക്? ഓക്കെ, കുഞ്ഞു വിത്ത് വളർന്ന് വലുതാവുന്നതാവാം, കുഞ്ഞു വിത്തിന് കുറേ കായ്കളുണ്ടാവുന്നതാവാം അല്ലേ. കുഞ്ഞു വിത്ത് ഉരുണ്ടുരുണ്ട് വേറെ എവിടെയെങ്കിലും പോകുന്നതാവാം, കുഞ്ഞു വിത്തിന് കുറേ കൂട്ടുകാരെ കിട്ടുന്നതാവാം. ഇവിടെ കുഞ്ഞു വിത്ത് കണ്ട സ്വപ്നം എന്താണെന്നറിയോ? നിറയെ പൂക്കളുള്ള ഒരു വലിയ ഒരു മരമായിട്ട് കുഞ്ഞു വിത്ത് മാറിയിരിക്കുന്നു. അങ്ങനെ ആ മനോഹരമായ സ്വപ്നം കണ്ട് കുഞ്ഞു വിത്ത് ഉറക്കത്തിലേക്ക് പോയി. നല്ല ഉറക്കത്തിലാണ് നമ്മളുടെ കുഞ്ഞു വിത്ത് ഇപ്പോൾ ഉള്ളത് അല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? ഓക്കെ, എല്ലാവർക്കും കഥ ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ഈ കഥയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നൊന്ന് പറയാമോ?
ഓ, കുഞ്ഞു വിത്ത് ഉരുണ്ടു പോയത്. കുഞ്ഞു വിത്തിനെയും എടുത്ത് പക്ഷി പറന്നു പോകുന്നത് അല്ലേ? എങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭാഗം നിങ്ങളൊന്ന് വരച്ച് കാണിക്കാമോ? അത് നമ്മൾക്ക് നന്നായിട്ട് വരച്ച് അതിൽ കളറൊക്കെ ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ എന്ത് ചെയ്യാം? കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതുപോലെ പ്രദർശനത്തിന് വയ്ക്കണം. അത് എല്ലാവർക്കും കാണണം. കണ്ടാൽ മാത്രം മതിയോ? പോരാ അല്ലേ? എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇതിലേതാണ് ഏറ്റവും ഭംഗിയുള്ളതെന്ന്. ഓക്കെ, അങ്ങനെ ഏറ്റവും നന്നായിട്ട് വരച്ചവർക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് അത് വരച്ച് കാണിച്ചേ. എല്ലാവർക്കും ബൈ.